ഹലോ എല്ലാവർക്കും നമസ്കാരം എന്ന നമ്മുടെ ചാനലിലേക്ക് പിന്നെ സ്വാഗതം. ഇന്ന് നമ്മൾ അൺബോക്സ് ചെയ്യാൻ പോകുന്നത് ഒരു ഡ്രൈ ക്യാബിനറ്റ് ആണ്. ഇതെന്താണെന്ന് എല്ലാവർക്കും അറിയാം. നമ്മുടെ ഫോട്ടോഗ്രാഫർമാർക്ക് ഡെഫിനറ്റായിട്ട് അറിയാം. ക്യാമറ ഒരാൾക്ക് ഉണ്ടെങ്കിൽ എന്തായാലും അറിഞ്ഞിരിക്കേണ്ട ഒരു കാര്യം തന്നെയാണ്. പ്രത്യേകിച്ചും ഇപ്പോഴത്തെ കാലാവസ്ഥയിൽ, അതായത് നമ്മുടെ നാട്ടിൽ മാത്രമല്ല, ബാംഗ്ലൂരാണ് ഞാനിപ്പോൾ ഉള്ളത്. നമ്മുടെ നാട്ടിലും ബാംഗ്ലൂരൊക്കെ ആയിട്ട് ഇടയ്ക്കിടയ്ക്ക് വരുന്നുണ്ട് ന്യൂനമർദ്ദം. അപ്പോൾ ഈ ക്ലൈമറ്റ് ഇടയ്ക്കിടയ്ക്ക് കട്ട തണുപ്പും ചില സമയത്ത് ചൂടും അങ്ങനെയൊക്കെ മാറി മാറിയാണ്. ഹ്യൂമിഡിറ്റിയുടെ അംശം മാറുന്നത് നമ്മൾ അറിയണില്ല. എൻ്റെ കയ്യിലിപ്പോൾ ക്യാമറ ബാഗിൽ ആണ് എപ്പോഴും ഞാൻ ക്യാമറ ലെൻസുകളും വെക്കാറ് ഉണ്ടെങ്കിലും ചില സമയത്ത് ബാഗിൽ നിന്ന് നമ്മൾ എടുക്കുമ്പോൾ അതിനുള്ളിൽ ഹ്യൂമിഡിറ്റി നനവുണ്ടാകും. അപ്പോൾ അത് ഇനി വലുതായി ഭാവിയിൽ അത് ഫംഗസ് ആവാനുള്ള ചാൻസസ് വളരെ കൂടുതലാണ്. അപ്പോൾ അതിൽ നിന്നൊരു പ്രൊട്ടക്ഷൻ നമ്മുടെ ലെൻസിനും ക്യാമറയുടെ സെൻസറിനും നല്ലൊരു പ്രൊട്ടക്ഷൻ വരുത്താൻ വേണ്ടിയിട്ട് റെഡി വാങ്ങിയ ഒരു ക്യാബിനറ്റാണ് ഈ ഡ്രൈ ക്യാബിനറ്റ്. ഇത് ജെനി എന്ന് പറയുന്ന ഒരു ബ്രാൻഡാണ്. ഇതിൻ്റെ ഇങ്ങനെ എവിടെയെന്നാണ് മേടിക്കേണ്ടതെന്നുള്ളതിൻ്റെ ലിങ്കൊക്കെ ഞാൻ താഴെ കൊടുക്കാം ഡിസ്ക്രിപ്ഷനിൽ. അപ്പോൾ ബോക്സ് പ്രത്യേകിച്ച് ഒന്ന് എക്സ്പ്ലെയിൻ ചെയ്യാൻ കഴിഞ്ഞാൽ ഒരു ബ്രൗൺ കാർഡ്ബോർഡ് ബോക്സ് സെല്ലോ ടേപ്പിൽ വെച്ചിട്ട് നമുക്കിതപ്പോൾ ഓപ്പൺ ചെയ്യാം. അപ്പോൾ ഇതാണ് ഡ്രൈ ക്യാബിനറ്റ് ഗൈസ്. ഇത്രയേ ഉള്ളൂ, സിമ്പിൾ. ഇത് 30 ലിറ്റേഴ്സിൻ്റെ ഡ്രൈ ക്യാബിനറ്റ് ആണ്. ജെനിയുടെ 30S എന്ന് പറയുന്ന ഒരു ഡ്രൈ ക്യാബിനറ്റ് ആണ്. ഓക്കെ, ഇത് 30 ലിറ്ററിൽ തന്നെ 2 മോഡലുണ്ട്, 30Cയും 30Sഉം. ചെറിയൊരു അമൗണ്ടിൻ്റെ വ്യത്യാസമേ ഉള്ളൂ. ബേസിക്കായിട്ട് എന്താണ് 30Cയിൽ വ്യത്യാസം? 30C കുറച്ചുകൂടി ചീപ്പറാണ്. അതെങ്ങനെയാണെന്ന് വെച്ചാൽ ഈ ബട്ടൺസ് പുറത്തുള്ള ഈ ബട്ടൺസ് ഒന്നുമില്ല. അതിന് അകത്ത് ഹ്യൂമിഡിറ്റി കൺട്രോൾ ചെയ്യാൻ വേണ്ടി ഒരു നോബായിരിക്കും. ആ നോബ് തിരിച്ചുകൊണ്ടായിരിക്കും 30Cയുടെ കൺട്രോൾസ് ചെയ്യുക. അപ്പോൾ അത് നമ്മളെപ്പോഴും ഈ ക്യാബിനറ്റ് തുറന്നിട്ട് അകത്ത് കൈയിട്ട് ആ നോബ് തിരിക്കണം എന്ന് മാത്രമേ ഉള്ളൂ. ഇതാണെങ്കിൽ നമുക്ക് അതിൻ്റെ ആവശ്യമില്ല. നമ്മുടെ ക്ലൈമറ്റിനനുസരിച്ച് നമുക്ക് ഹ്യൂമിഡിറ്റി കൺട്രോൾ ചെയ്യണമെങ്കിൽ ഈ പുറത്തുള്ള ഈ ബട്ടൺസ് വെച്ചിട്ട് തന്നെ നമുക്കത് കൺട്രോൾ ചെയ്യാം. ഇതിൻ്റെ അകത്ത് നോബും അങ്ങനെയൊന്നും ഇല്ല. ഇത് ഞാനൊന്ന് എല്ലാ സൈഡും കാണിക്കാം. ഇവിടെ ജെനി എന്ന് നല്ല അടിപൊളിയായിട്ട് എഴുതിയിട്ടുണ്ട്. ഇവിടെ ഒരു LED സ്ക്രീൻ ഉണ്ട്, 3 ബട്ടൺസ് ഉണ്ട്. പിന്നെ സൈഡിൽ പ്രത്യേകിച്ച് ഒന്നുമില്ല. പിന്നെ ബാക്ക് സൈഡിലാണ് ഇതിൻ്റെ മോട്ടറിൻ്റെ പോലത്തെ ഒരു വെന്റിലേഷൻ കാണുന്നുണ്ട് ഹ്യൂമിഡിറ്റിയുടെ. ഇതൊരു മെറ്റൽ പീസാണ്, ഹീറ്റ് സിങ്ക് പോലെ. ഇത് അതിൻ്റെ അഡാപ്റ്ററാണ്, അഡാപ്റ്ററിൻ്റെ പിൻ പോയിന്റ് ആണ്. ജെനിയുടെ സ്റ്റിക്കറിങ്ങും കാര്യങ്ങളൊക്കെ നല്ല ക്ലീൻ മെറ്റൽ ഫിനിഷാണ്. നല്ല പൗഡർ കോട്ടിംഗ് ഒക്കെ ചെയ്ത അടിപൊളി ഫിനിഷാണ്. നമുക്കിത് എന്തായാലും ഇനി ഓപ്പൺ ചെയ്ത് നോക്കാം. ഓക്കെ, അപ്പോൾ നമ്മളിത് ഓപ്പൺ ചെയ്ത് നോക്കുമ്പോൾ ഇത് ഫ്രിഡ്ജ് ഓപ്പൺ, നമ്മുടെ വീട്ടിലുള്ള ഫ്രിഡ്ജ് ഓപ്പൺ ചെയ്യുന്ന ഒരു ഫീല് തന്നെ ആണ്. വലിയ ഇതൊന്നുമില്ല. 2 years വാറണ്ടി കാണിക്കുന്നുണ്ട്. ഓക്കെ, ഫ്രിഡ്ജ് ഓപ്പൺ ചെയ്യുന്ന ഒരു ഫീലാണ് ഡോർ ഓപ്പൺ ചെയ്യുന്നത്. അകത്ത് നമുക്ക് ട്രേ ഒക്കെ ഉണ്ട്. അപ്പോൾ നമുക്ക് ഇതാണ് ഫസ്റ്റ് ട്രേ. നമുക്ക് ലെൻസ് അല്ലെങ്കിൽ ബോഡി അതിൽ വെക്കാനുള്ളത്. വാറണ്ടി കാർഡ് ഇതിലുണ്ട്. അഡാപ്റ്ററിൻ്റെ ബോക്സ്, കീ അല്ലാതെ ഇതിലുണ്ട്. ലെൻസ് വെക്കാൻ വേണ്ടിയിട്ട് ഒരു സ്പോഞ്ച്, അത് നമുക്ക് മുകളിൽ ഈ ട്രേയിൽ വെച്ച് കഴിഞ്ഞാൽ ലെൻസ് ഉരുണ്ട് കളിക്കാതെ ഉള്ളിൽ തന്നെ അവിടെ ഇരുന്നോളും. ഇത് ക്യാമറ അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും എക്യുപ്മെൻറ്റ്സ് വെക്കാൻ വേണ്ടിയിട്ട് ഇവിടെ അവിടെയും ഒരു സ്പോഞ്ച് ഉണ്ട്. ഓക്കെ, ഇതിൻ്റെ ഉള്ളിൽ സൈഡിൽ ഇങ്ങനെ ഹോൾസ് ഉണ്ട്. ആ ഹോൾസിന് വേറെ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പോൾ വലിയ DSLR ഒക്കെയാണ് വെക്കുന്നത് എന്നുണ്ടെങ്കിൽ ഇതിൽ ഹൈറ്റ് പോരെന്നുണ്ടെങ്കിൽ നമുക്ക് ഈ ഹൈറ്റ് പൊക്കാൻ പറ്റും. ഇവിടെ അതിൻ്റെ ഹോൾസ് ഉണ്ട്. അപ്പോൾ ഈ ട്രേ എടുത്ത് നമുക്ക് മുകളിലേക്ക് കുറച്ചുകൂടി ഹൈറ്റ് കൂട്ടി വയ്ക്കാം. ഓക്കെ, അതിന് വേണ്ടിയിട്ടുള്ള സജ്ജീകരണവും ഇതിനുണ്ട്. തൽക്കാലം നമുക്ക് അടച്ചു വയ്ക്കാം. ഇനി ഇതിൻ്റെ ഉള്ളിൽ എന്തൊക്കെയുണ്ടെന്ന് നോക്കാം. ഇത് വാറണ്ടി കാർഡും യൂസർ മാനുവലാണ്, ഇൻസ്ട്രക്ഷൻ മാനുവൽ. ഇത് നമുക്ക് എന്തായാലും ഒന്ന് വായിച്ചു നോക്കണം. കീ, 2 കീ ഉണ്ട്. നമ്മളെങ്ങോട്ടേലും യാത്രയ്ക്കൊക്കെ പോകുമ്പോൾ നമ്മുടെ ലെൻസും ക്യാമറയൊക്കെ സേഫായിട്ട് ഇത് വെച്ചോളാം. ലോക്കായി അൺലോക്ക് ചെയ്യാം. നല്ലൊരു കാര്യമാണ് ലോക്ക് ചെയ്ത് പോകുന്നത്. നമ്മുടെ വീട്ടിൽ കുട്ടികളൊക്കെ ഉണ്ടെങ്കിൽ അവർ വന്ന് തുറന്നു നോക്കാനൊരു ടെൻഡൻസി ഉണ്ടാവും. അപ്പോൾ നമ്മളിത് ലോക്ക് ചെയ്തിട്ട് കീ അവിടെ സേഫാക്കി വയ്ക്കാം. അതും നല്ലൊരു കാര്യമാണ്. ഓക്കെ, ഇതിൻ്റെ അകത്ത് പ്രത്യേകിച്ചൊന്നുമില്ല, അഡാപ്റ്റർ മാത്രമാണ്. നമുക്ക് ഇതൊന്ന് ഓൺ ചെയ്ത് നോക്കാം. ഓൺ ചെയ്ത് ഓക്കെ, ഇവിടെ ഓൾറെഡി LED ഡിസ്പ്ലേ വന്നിട്ടുണ്ട്. ഇപ്പോൾ ഇതിൽ കാണിക്കുന്നത് ഈ 24.9 ഡിഗ്രി സെൽഷ്യസ് കാണിക്കുക. ഇതിൻ്റെ അകത്തുള്ള ടെമ്പറേച്ചർ അല്ല, തെറ്റിദ്ധരിക്കരുത്, അത് റൂം ടെമ്പറേച്ചറാണ്. അപ്പോൾ നമ്മൾ ഈ ഹ്യൂമിഡിറ്റി അഡ്ജസ്റ്റ് ചെയ്യേണ്ടത് ഈ റൂം ടെമ്പറേച്ചറിന് വേണ്ടിയിട്ട് അതിന് ബേസ് ചെയ്തിട്ടാണ്.
24 എന്ന് പറയുന്നത് അത്യാവശ്യം തണുപ്പുള്ളൊരു റൂം തന്നെയാണ്. അപ്പോൾ വലിയ ചൂടല്ല. അപ്പോൾ അതിനനുസരിച്ചുള്ള ഹ്യൂമിഡിറ്റി നമ്മൾ അഡ്ജസ്റ്റ് ചെയ്യണം. അപ്പോൾ ഞാൻ കുറേ ഓൺലൈൻ ഫോറംസ് ഒക്കെ വായിച്ചു നോക്കിയപ്പോൾ നമുക്ക് അറിയാൻ കഴിഞ്ഞത് ഏറ്റവും നല്ല ഹ്യൂമിഡിറ്റിയുടെ അളവ് വെക്കേണ്ടത് ബിറ്റ്വീൻ 40 and 50. സോ അറൗണ്ട് 45 to 50 ആണ് ഏറ്റവും നല്ലൊരു ചോയ്സ് എന്നാണ് എനിക്ക് അറിയാൻ കഴിഞ്ഞത് ഹ്യൂമിഡിറ്റി ലെവൽ. ഓക്കെ, അപ്പോൾ ഇതെങ്ങനെയാണ് ഹ്യൂമിഡിറ്റി ലെവൽ അഡ്ജസ്റ്റ് ചെയ്യുക എന്ന് നമുക്ക് നോക്കാം. ഫസ്റ്റ് ബട്ടൺ നമ്മൾ വെറുതെ പ്രസ് ചെയ്യുകയാണെങ്കിൽ അത് LED ഓൺ ഓഫ് ബട്ടൺ ആണ്. ഓക്കെ, ഇപ്പം ഞാൻ LED ഓൺ ചെയ്തു. നമുക്ക് അതിലുള്ള മെറ്റീരിയൽസ് എന്തൊക്കെയാണെന്ന് കാണാൻ കഴിയും. വളരെ നല്ലൊരു സെറ്റപ്പാണ് അത്. ഞാനിത് ഉണ്ടെന്ന് അറിഞ്ഞില്ല ഗൈസ്. അപ്പോൾ അത് നല്ലൊരു സൂപ്പർ സെറ്റപ്പാണ്. LED ഓഫ് ചെയ്യാം. ഇനി നമ്മൾ ഹ്യൂമിഡിറ്റി ഇപ്പോൾ ഇരിക്കുന്നത് 76%. അത് ഇപ്പോഴത്തെ ഇതിൻ്റെ അകത്തുള്ള കറണ്ട് ഹ്യൂമിഡിറ്റി ലെവലാണ്. അത് പേടിക്കേണ്ട, അത് തന്നെ കുറഞ്ഞു വരാൻ ഒരു 5 to 6 hours എടുക്കുമെന്നും ഞാൻ ഇതിൽ വായിച്ചു. ഓക്കെ, അപ്പോൾ ഇത് നമുക്കിനി നമ്മുടെ ഇഷ്ടത്തിലുള്ള ഹ്യൂമിഡിറ്റിക്ക് എത്തിക്കണം. അപ്പോൾ നമുക്ക് ഇഷ്ടമുള്ള ഹ്യൂമിഡിറ്റി എങ്ങനെ സെറ്റ് ചെയ്യാമെന്ന് നോക്കാം. സെറ്റ് ചെയ്യേണ്ടത് സെറ്റ് എന്നുള്ളൊരു ബട്ടൺ നമ്മളുണ്ട്. അത് ഡബിൾ ടാപ്പ് ചെയ്യണം. ഓക്കെ, ഡബിൾ ടാപ്പ് ചെയ്യുമ്പോൾ അത് ബ്ലിങ്ക് ചെയ്യാൻ തുടങ്ങും. അപ്പോൾ ഡബിൾ ടാപ്പ് ചെയ്തപ്പോൾ കണ്ട ബ്ലിങ്ക് ചെയ്യണം. അപ്പോൾ നമുക്കിപ്പോൾ ഇതിനനുസരിച്ച് അപ്പ് ഓർ ഡൗൺ, ഇപ്പോൾ 43, 42 അങ്ങനെ വരും. അപ്പ് പ്രസ് ചെയ്ത് കഴിഞ്ഞാൽ 44, 45, 46 അങ്ങനെ. അപ്പോൾ അറൗണ്ട് 45 ഞാൻ വെക്കാൻ ആഗ്രഹിക്കുന്നത്. സെറ്റ് റെഡി ആണെങ്കിൽ നമുക്ക് സെറ്റ് പ്രസ് ചെയ്യാം. അപ്പോൾ ആ 45 എത്തുന്ന വരെ ഈ ഹ്യൂമിഡിറ്റിയുടെ ഈ ലൈറ്റ് ഡിസൈൻ ഇങ്ങനെ മിന്നിക്കൊണ്ടിരിക്കും. അത് 45 എത്തുമ്പോൾ അത് നിൽക്കും. അപ്പോൾ നമുക്ക് ഇതിൻ്റെ അകത്തേക്ക് സാധനങ്ങൾ എടുത്തു വയ്ക്കും. നമ്മൾ വാങ്ങിയ വഴിക്ക് ഇത് ഓൺ ചെയ്തിട്ട് നമ്മളുടെ ക്യാമറയും ലെൻസസും ഇതിനകത്തേക്ക് വെക്കുന്നത് നല്ലൊരു ഐഡിയ അല്ല. കാരണം ഇതിന് ഹ്യൂമിഡിറ്റി അളവ് വളരെ കൂടുതലാണ്. ഓക്കെ, അപ്പോൾ നമ്മൾ ഇതിൻ്റെ അകത്തേക്ക് ഇപ്പോൾ വെച്ച് കഴിഞ്ഞാൽ നമുക്ക് നനവ് വരാൻ കൂടുതൽ ചാൻസസ് ഉണ്ട്. അപ്പോൾ ഒരു 4 to 5 hours നമ്മൾ ഈ ഡ്രൈ ക്യാബിനറ്റ് ഓൺ ചെയ്ത് വെക്കണം. ഓൺ ചെയ്ത് വെച്ചതിന് ശേഷം 4 to 5 hours ശേഷം ഈ 75 എന്നുള്ളത് നമ്മൾ ഡിസൈഡ് ചെയ്തിരിക്കുന്ന, അതായത് നമ്മൾ സെറ്റ് ചെയ്തിരിക്കുന്നത് 45 45 എത്തുമ്പോൾ നമ്മുടെ ക്യാമറ ബോഡിയും ലെൻസസും അതിൻ്റെ അകത്തേക്ക് തിരിച്ചു കയറ്റി വെക്കാം. ഹേ ഗൈസ്, അപ്പോൾ വീണ്ടും നമ്മൾ 2 മണിക്കൂറിന് ശേഷമാണ് 77% ഹ്യൂമിഡിറ്റിയിൽ നിന്നുള്ളത് 46%. 45 ആണ് സെറ്റ് ചെയ്തിട്ടുള്ളത്. 45 ആയിരുന്നു. അപ്പോൾ എന്തോ വേരിയേഷൻ വന്നപ്പോൾ, ടെമ്പറേച്ചറിൽ എന്തോ വേരിയേഷൻ വന്നപ്പോൾ ഹ്യൂമിഡിറ്റിയുടെ അളവ് കറക്റ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ 45, 46 ആ ഒരു റേഞ്ചിൽ വന്നത് 2 hours ശേഷമാണ്. അപ്പം 4 to 5 hours എടുത്തില്ല, 2 hours എടുത്തു. 77% അത് ഞാൻ ബോക്സിൽ നിന്ന് ഓപ്പൺ ചെയ്തതിന് ശേഷം ഇപ്പോൾ ഓൺ ചെയ്തപ്പോൾ നിങ്ങൾ നേരത്തെ കണ്ടതാണ് 77 ആയിരുന്നു. അത് 2 hours ശേഷമാണ് 46% ആയത്. അപ്പോൾ ഇവിടെയാണ് ഞാനിത് വയ്ക്കാൻ പോകുന്നത്, എൻ്റെ കമ്പ്യൂട്ടറിൻ്റെ അടുത്ത്. അപ്പം നല്ലൊരു സ്റ്റേബിൾ ആയിട്ടുള്ളൊരു സർഫസ് വേണം നിങ്ങൾ നോക്കാൻ വേണ്ടി. കാരണം ഇത് ഗ്ലാസ് ആണ്, താഴെ വീണാലൊക്കെ പൊട്ടിപ്പോകും ഉറപ്പായിട്ടും. അപ്പോൾ നമുക്ക് ഇതിൻ്റെ ഉള്ളിലേക്ക് എൻ്റെ ക്യാമറയിലുള്ള ലെൻസും ക്യാമറ ബോഡിയും ഒക്കെ വെക്കാം. അപ്പോൾ വേറൊരു കാര്യം ഞാൻ ഓൺലൈൻ ഫോറത്തിൽ നിന്ന് വായിച്ചത് എന്താണെന്ന് വെച്ചാൽ, ലെൻസും ക്യാമറ ബോഡിയും വെക്കുമ്പോൾ നമ്മൾ അതിൻ്റെ ലെൻസ് ക്യാപ്പും ക്യാപ്പൊക്കെ ഊരിയതിന് ശേഷം വേണം വെക്കാൻ. എന്നാലേ ഹ്യൂമിഡിറ്റി റിമൂവ് ചെയ്യണത് അതിൽ എഫക്റ്റ് ആവും. ഓക്കെ, അപ്പോൾ നമുക്കിതിൽ വെച്ച് തുടങ്ങാം. അപ്പോൾ ആദ്യമായിട്ട് തന്നെ ഞാൻ വെക്കാൻ പോകുന്നത് സോണിയുടെ 85mm ലെൻസാണ്. ഇതിനകത്ത് ഡസ്റ്റ് കയറിയിട്ടുണ്ട്. ഓക്കെ, അപ്പോൾ ഞാനിവിടെ അടുത്തുള്ളൊരു ഷോപ്പിൽ വിളിച്ച് ചോദിച്ചു ഡസ്റ്റ് ക്ലീൻ ചെയ്യാൻ കൊണ്ടുവരാൻ പറഞ്ഞിട്ടുണ്ട്. വേറൊരു അഡ്വാൻറ്റേജ് ഈ കവേർഡിൻ്റെ അതാണ്, ഡസ്റ്റ് പ്രൂഫും കൂടിയാണ്. ഇത് ഫുള്ളി സീൽഡ്, ഫ്രിഡ്ജ് പോലെ സീൽഡ് ആയിട്ട് ഇരിക്കുന്ന കാരണം നമുക്ക് ഡസ്റ്റ് ഫ്രീ സോൺ കൂടി ഇതിനെ വെക്കാം. നമുക്ക് ഹ്യൂമിഡിറ്റി മാത്രമല്ല ഡസ്റ്റും കൂടി കൺട്രോൾ ചെയ്യാം. അപ്പം ഞാൻ ചെയ്യുന്നത് നോക്കിയോ, ഇതിൻ്റെ ഇവിടുത്തെ ക്യാപ്പും ബാക്കിലത്തെ ക്യാപ്പും ഊരി ഇതിൻ്റെ ഉള്ളിൽ വയ്ക്കാൻ പോവുകയാണ്. ഓക്കെ, അപ്പോൾ ഫസ്റ്റ് 85mm ലെൻസ് വെച്ചു. അതിൻ്റെ ക്യാപ്പും അതിൻ്റെ ബാക്ക് ക്യാപ്പും ഞാൻ അതിൻ്റെ കൂടെ തന്നെ വെക്കുന്നുണ്ട്. അല്ലെങ്കിൽ അത് വേറെ എവിടെയെങ്കിലും മിസ്പ്ലേസ് ചെയ്ത് മാറിപ്പോകണ്ടെന്ന് വിചാരിച്ചിട്ടാണ്. രണ്ടാമതായി വെക്കാൻ പോകുന്നത് ഞാൻ എൻ്റെ സൈസ് 25mm സൈസ് ആണ്. ഇതിലധികം ഡസ്റ്റ് ഒന്നുമില്ല, എന്നാലും കുറച്ചുണ്ട് അവിടെ ഇവിടെയും. ഇറ്റ്സ് ഇൻസൈഡ്. സോ ഇതും അതിൻ്റെ ഉള്ളിലേക്ക് തന്നെ വെക്കാം. ക്യാപ്പ് വരികയാണ്, ഫ്രണ്ട് ആൻഡ് ബാക്ക് ആൻഡ് ക്യാപ്പ്. ഓരോ പ്രാവശ്യം ഞാൻ ഓരോന്ന് വെക്കുമ്പോൾ ഞാനിത് അടയ്ക്കാൻ കാരണം ഡസ്റ്റ് കയറുന്ന പേടിച്ചിട്ടാണ്. കാരണം ബാംഗ്ലൂരിലെ വൺ ഓഫ് ദി മെയിൻ ഡിസഡ്വാൻറ്റേജ് ആണ് ഡസ്റ്റ്. മൂന്നാമതായി ഞാൻ വെക്കാൻ പോകുന്നത് എൻ്റെ ക്യാമറ ബോഡിയും ടാമറോണിൻ്റെ 2875 ആണ്. സോണി A7R3 ആണ് ക്യാമറ.
ഞാൻ ഇതിനെക്കുറിച്ച് വേറൊരു വീഡിയോ ഇടാം, എൻ്റെ വാട്ട് ഈസ് ഇൻസൈഡ് മൈ ക്യാമറ ബാഗ്, അതിനെക്കുറിച്ചുള്ള വേറൊരു വീഡിയോ ഞാൻ ഈ അടുത്ത് തന്നെ ഇടുന്നതാണ്. പിന്നെ എഡിറ്റിംഗ് ടിപ്സും കാര്യങ്ങളൊക്കെ ഞാൻ അതിൻ്റെ ട്യൂട്ടോറിയൽസ് നിങ്ങൾക്ക് വേണ്ടിയിട്ട് ഷെയർ ചെയ്യും. ഓക്കെ, അപ്പോൾ നമുക്ക് ടാമറോണിൻ്റെ ഈ ലെൻസ് അകത്തേക്ക് വെക്കാം. അതിന് മുമ്പ് ടാമറോണിൻ്റെ ലെൻസ് ഊരാം. ഓക്കെ, ഊരി എപ്പോഴും നമ്മൾ ലെൻസ് ഇങ്ങനെ പിടിക്കുക, ബോഡി വെറുതെ പിടിക്കുമ്പോൾ ഇങ്ങനെ പിടിക്കുക, ഡസ്റ്റ് ഉള്ളിലേക്ക് എൻട്രി ചെയ്യാണ്ടിരിക്കാനാണ്. ഇങ്ങനെ പിടിച്ച് കഴിഞ്ഞാൽ ഡസ്റ്റ് പെട്ടെന്ന് അതിൻ്റെ ഉള്ളിൽ സെറ്റിലാവും. ലോക്ക് ചെയ്ത് എനിക്കൊരു മോനുണ്ട്, അവൻ ഇടയ്ക്കിടയ്ക്ക് ഫ്രണ്ട്സിനെ കൊണ്ടുവരും, അതുകൊണ്ട് ഇത് തുറക്കുമെന്നുള്ള പേടി എനിക്ക് നല്ലോണം ഉണ്ട്. ഓക്കെ, അതുകൊണ്ട് തന്നെ ഞാനിത് ലോക്ക് ചെയ്യുന്നു, കീ എടുത്ത് മാറ്റി വയ്ക്കും. ഓക്കെ, അപ്പോൾ ഇതിൻ്റെ ഉള്ളിലുള്ള എന്തെങ്കിലും കാണാൻ വേണ്ടിയിട്ട് നമുക്ക് ലൈറ്റ് ഉണ്ട്. ഈ ലൈറ്റ് ഞാൻ ഉള്ളത് കാര്യം നേരത്തെ പറഞ്ഞാൽ എനിക്ക് അറിയില്ലായിരുന്നു, പക്ഷേ ഐ എം വെരി ഹാപ്പി അബൌട്ട് ഇറ്റ്. അതുകൊണ്ട് തന്നെ നമുക്ക് ഇതിനുള്ളിൽ എന്തൊക്കെയാണ് വെച്ചിട്ടുള്ളത് എന്നുള്ളതിൻ്റെ ഡീറ്റെയിൽസ് ഒക്കെ കാണാൻ പറ്റും. അപ്പോൾ ഗൈസ്, നിങ്ങൾ ലെൻസും ബോഡിയും ക്യാമറ ബോഡിയും മാത്രമല്ല, നിങ്ങൾക്ക് എന്തിനൊക്കെ ലെൻസ് ഉണ്ടോ, അപ്പോൾ ഫോർ എക്സാമ്പിൾ നിങ്ങൾക്ക് മൊബൈലിൽ ക്ലിപ്പ് ഓൺ ലെൻസ്, അല്ലെങ്കിൽ ഡ്രോൺ ക്യാമറാസ്, ഡ്രോണിൻ്റെ ലെൻസ് ഉണ്ടല്ലോ, അപ്പോൾ അതൊക്കെ നിങ്ങൾക്ക് ഇതിൻ്റെ ഇപ്പോൾ ഈ ഹ്യൂമിഡിറ്റി കൺട്രോളർ, അതായത് ഡ്രൈ ക്യാബിനറ്റിൽ നിങ്ങൾക്ക് വെക്കാവുന്നതാണ്. ലെൻസ് സംബന്ധമായിട്ടുള്ള എന്ത് വേണമെങ്കിലും നിങ്ങൾക്ക് വെക്കാം. നമ്മുടെ ലെൻസ് ഇപ്പോൾ വെതർ സീൽഡ് ആണെന്ന് പറഞ്ഞിട്ടൊന്നും കാര്യമില്ല. ഇപ്പോൾ ഈ 3 ലെൻസ് എൻ്റെ ഉള്ളതൊക്കെ ബോക്സിലുള്ളത് വെതർ സീൽഡ് ആണെന്നാണ്, എന്നിട്ടും നമുക്ക് ഹ്യൂമിഡിറ്റിയും ഡസ്റ്റൊക്കെ ഉള്ളിൽ കയറുന്നുണ്ട്. അപ്പോൾ നമുക്ക് അതൊന്നും പറഞ്ഞിട്ട് കാര്യമില്ല. അപ്പോൾ നമുക്ക് ഇതുപോലത്തെ ഒരു ക്യാബിനറ്റ് വാങ്ങുന്നത് വളരെ നല്ലതാണ്, വളരെ കോസ്റ്റ്ലി എന്നല്ല. നമ്മളെല്ലാവരും മിക്കവരും അത്രയധികം ഒരു വലിയൊരു ലെൻസ് കളക്ഷനും വലിയൊരു ക്യാമറ കളക്ഷനും ഒന്നും ഇല്ലാത്ത ആളുകളാണ്. അതുകൊണ്ട് തന്നെ 30 ലിറ്റർ ക്യാബിനറ്റ് ഒരു നോർമൽ യൂസറിന് അത് മോർ ദാൻ എനഫ് ആണ്. ഇതിൻ്റെ അടുത്ത മോഡൽ 50 ലിറ്റേഴ്സ് ഉണ്ട്, പിന്നെ 100 ലിറ്റേഴ്സ് 300 ലിറ്റേഴ്സ് വരെയൊക്കെ ഉണ്ട്. ഓക്കെ, അതൊക്കെ വലിയ വലിയ അലമാരികൾ പോലെയാണ്. അപ്പോൾ അത്രയും വലിയ ക്യാബിനറ്റ്സ് ഒക്കെ നിങ്ങളുടെ ആവശ്യത്തിനനുസരിച്ച് വലുത് വേണമെങ്കിൽ വലുത് വാങ്ങുക. ഇപ്പോൾ നമ്മുടെ നോർമലി ഒരാൾക്ക് 30 ലിറ്ററിൻ്റെ ധാരാളമാണ്. ഇപ്പോൾ നിങ്ങൾ വേറൊരു കാര്യം ശ്രദ്ധിച്ച് കാണും, 45% എന്നുള്ളത് ഇപ്പോൾ 60 ആയി. അത് ഞാൻ ഡോർ ഓപ്പൺ ചെയ്തിട്ട് ഈ ലെൻസുകൾ വെച്ചതിന് ശേഷമാണ് അങ്ങനെ വന്നത്. ഓക്കെ, അപ്പോൾ അത് നിങ്ങൾ കാണുമ്പോൾ പേടിക്കേണ്ട, ഡോർ ഓപ്പൺ ചെയ്താൽ ഹ്യൂമിഡിറ്റിയുടെ ലെവൽ മാറും. കാരണം ഔട്ടർ അറ്റ്മോസ്ഫിയർ ഇതിലേക്ക് എൻ്റർ ചെയ്യുമ്പോൾ ഹ്യൂമിഡിറ്റി എൻ്റർ ആവും. ഓക്കെ, അപ്പോൾ നമ്മളത് കണ്ട് പേടിക്കേണ്ട. അത് നോർമലി 45ലേക്കാണ്. നിങ്ങൾ എത്ര ഏതിലേക്കാണ് സെറ്റ് ചെയ്തിട്ടുള്ളതെന്ന് വെച്ചാൽ അതിലേക്ക് വരും. ഇപ്പം ഞാൻ സെറ്റ് ചെയ്തിട്ടുള്ളത് എത്രയിലാണെന്ന് കാണണമെന്നുണ്ടെങ്കിൽ ഡൗൺ ആരോ പ്രസ് ചെയ്താൽ മതി. ഡൗൺ ആരോ പ്രസ് ചെയ്ത് കണ്ടോ 45%. ആ 45%ക്ക് ഇത് തന്നെ ഒരു മാക്സിമം ഒരു 1.5 ഹവറിനുള്ളിൽ തിരിച്ചെത്തുന്നതാണ്. ഇപ്പോൾ സെറ്റിങ്സ് മാറ്റണം, 45 എന്നുള്ളത് എനിക്ക് 44 ആക്കണമെന്നുണ്ടെങ്കിൽ സെറ്റിൽ ഡബിൾ ടാപ്പ് ചെയ്യുക, എന്നിട്ട് ബ്ലിങ്കിങ് സ്റ്റാർട്ട് ചെയ്യുമ്പോൾ ഡൗൺ മാവരെ പ്രസ് ചെയ്ത് കഴിഞ്ഞാൽ 44, എന്നിട്ട് സെറ്റ് വീണ്ടും പ്രസ് ചെയ്യാം. ഓക്കെ, സോ ദാറ്റ്സ് ഇറ്റ്. LED ഓഫ് ചെയ്യാൻ വീണ്ടും ഫസ്റ്റ് ബട്ടൺ പ്രസ് ചെയ്യാം, LED ഓഫ് ആയി. ഇപ്പോൾ ആക്സിഡൻ്റ് ഇപ്പോൾ കറണ്ട് പോയിട്ട് തിരിച്ചു വരുമ്പോൾ നിങ്ങളിത് സെറ്റിങ്സ് മാറുമെന്ന് പേടിക്കേണ്ട. ഇതിൽ മെമ്മറി ഉണ്ട്. ഞാൻ ടെസ്റ്റ് ചെയ്തു, അത് കുറച്ച് നേരത്തെ ടെസ്റ്റ് ചെയ്തു, സ്വിച്ച് ഓഫ് ചെയ്ത് ഓൺ ചെയ്ത് നോക്കിയപ്പോൾ മെമ്മറി മാറുന്നില്ല. നമ്മൾ വെച്ചിട്ടുള്ള സെറ്റിങ്സിൽ തന്നെ മെമ്മറിയിൽ സ്റ്റോർ ആയിട്ട് അത് തിരിച്ച് അതിലോട്ട് തന്നെ വരുന്നുണ്ട്. ഓക്കെ, സോ നിങ്ങൾ ഇതിനെ കുറിച്ചൊന്ന് ആലോചിക്കുക. നിങ്ങൾക്ക് ആവശ്യമുണ്ടോ എന്നുള്ള കാര്യം നിങ്ങളും കൂടി ആലോചിക്കുക. നമ്മളുടെ ലെൻസുകളൊക്കെ വളരെ കോസ്റ്റ്ലിയാണ്. 50,000, 1 ലക്ഷം, 1.5 ലക്ഷം രൂപ വിലയൊക്കെയുള്ള ലെൻസുകളാണ് എല്ലാവരുടെ കയ്യിലുള്ളത്. അപ്പോൾ ഇത് ക്ലീൻ ചെയ്യാനാണെങ്കിലും കോസ്റ്റ്ലിയാണ്. ഒഫീഷ്യൽ സോണിയുടെ ഷോറൂമിലൊക്കെ പോയി കഴിഞ്ഞാൽ 3,000 രൂപയൊക്കെ പറയും. ഇപ്പം ഞാൻ ലോക്കൽ സ്റ്റോറിലാണ് വിളിച്ചത്, അവിടെ 1000-1500 റേഞ്ചിലാണ് പറയുന്നത്. ഓക്കെ, അപ്പോൾ അത്രയും കോസ്റ്റ്ലി ആയിട്ടുള്ള ലെൻസ് ക്ലീനിങ് അവോയ്ഡ് ചെയ്യണമെങ്കിൽ നിങ്ങൾ ഇതുപോലത്തെ ഒരു കബേർഡ് മേടിച്ചൊരു 5,000-6,000 റുപ്പീസ് ബഡ്ജറ്റിൽ ഇതുപോലത്തെ ഒരു കബേർഡ് ഡ്രൈ ക്യാബിനറ്റ് വാങ്ങി നിങ്ങൾ സാധനങ്ങൾ സ്റ്റോർ ചെയ്ത് കഴിഞ്ഞാൽ ആ പൈസ നിങ്ങൾക്ക് ലാഭിക്കാം. ഓക്കെ, അപ്പോൾ എല്ലാവർക്കും ഈ വീഡിയോ ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. അടുത്ത വീഡിയോയ്ക്ക് വേണ്ടി ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. എൻ്റെ ക്യാമറ ബാഗിൻ്റെ ഉള്ളിൽ എന്തൊക്കെ ആക്സസറീസും ഏത് ക്യാമറ യൂസ് ചെയ്യുന്നു, മോസ്റ്റ് കോമൺലി യൂസ് ലെൻസ് ഏതാണ് എന്നുള്ളതിൻ്റെ ലിസ്റ്റും കാര്യങ്ങളൊക്കെ ഞാൻ അടുത്ത വീഡിയോയിൽ പങ്കുവെക്കുന്നതാണ്. മാത്രമല്ല ഫോട്ടോസ് എങ്ങനെ എഡിറ്റ് ചെയ്യുന്നു, ലൈറ്റ് റൂമിലും ഫോട്ടോഷോപ്പിലുമായി എങ്ങനെ ഞാൻ എഡിറ്റ് ചെയ്യുന്നു എന്നുള്ള കാര്യങ്ങൾ കൂടി ഞാൻ കാണിക്കുന്നതാണ്. ഓക്കെ, അപ്പോൾ ഉറപ്പായി നിങ്ങൾ ലൈക്ക് ആൻഡ് സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക് യു. സീ യു നെക്സ്റ്റ് ടൈം. ബൈ.